നമസ്കാരം. ഞാൻ സുദർശൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരേ വിഷയത്തിൽ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിന് മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു മക്കാഡാമിയയുടെ കൃഷി പറ്റി. ഇതൊരു തട്ടിപ്പാണോ എന്നൊരു സംശയം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് ഏകദേശം അത് പൂർണ്ണമായിരിക്കുകയാണ്. തട്ടിപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ആ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. ആ കമൻറ്റുകൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതായത് ഇത് പുറത്ത് രാജ്യത്ത് ഭയങ്കര വിലയുണ്ട്, കിലോയ്ക്ക് 5000 രൂപ 6000 രൂപ വിലയുണ്ട് എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. ബട്ട് നമ്മുടെ ഇന്ത്യക്കാരില്ലാത്ത രാജ്യം ഏതാണുള്ളത്? അപ്പോൾ അവർ പറയുന്നത്, സാധാരണ ഇതിൻ്റെ തൈ വിൽക്കുന്ന ആൾക്കാർ പറയുന്നത് 1 ഏക്കറിൽ നിന്ന് 1 കോടി രൂപ വരെ സമ്പാദിക്കാമെന്നാണ്. അത് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സത്യം അവസ്ഥ ഞാൻ നഴ്സറിയൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം കൃഷി ചെയ്തിട്ട് 1 ഏക്കറിൽ നിന്നും 1 കോടി രൂപ ലഭിക്കുമെങ്കിൽ ഞാനൊരു കിലോ തൈ വിൽക്കാൻ പോകത്തില്ല. പകരം ആ സാധനം കൃഷി ചെയ്യുകയുള്ളൂ. കാരണം 1 ഏക്കറിൽ നിന്ന് 1 കോടി രൂപ വരുമാനം കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എങ്കിൽ നമ്മളത്ര മണ്ടന്മാരാണോ ഇത് കൃഷി ചെയ്യാതിരിക്കാൻ? അതല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളുള്ളവർ, നമ്മുടെ ഇവിടെയുള്ള മുതിർന്ന കർഷകരൊക്കെ അത്ര മണ്ടന്മാരാണോ? 1 ഏക്കറിൽ നിന്ന് 1 കോടി രൂപ കിട്ടുമെങ്കിൽ അതെന്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നില്ല? ഇവിടെ ഉണ്ടായാൽ അതൊരു സാധനമല്ല. കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ മക്കാഡാമിയ കായ്ച്ചു നിൽപ്പുണ്ട്. അതിന് യാതൊരു തർക്കവും വേണ്ട. ബട്ട് കിലോയ്ക്ക് ഈ 4000 പോയിട്ട് നിങ്ങൾക്ക് 500 രൂപ 600 രൂപയ്ക്ക് കൂടുതൽ കിട്ടത്തില്ല. കാരണം ഈ സാധനം പ്രോസസ്സ് ചെയ്ത സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിന് 850 രൂപ 900 രൂപയുള്ളൂ. നമ്മുടെ അത് പല കമൻറ്റുകളും അത് 100% വ്യക്തമാക്കുന്നു. അതുപോലെ പുറം രാജ്യങ്ങളിലുള്ളവരെന്നെ വിളിച്ചിരുന്നത്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെന്നെ വിളിച്ചിരുന്നു. ഇവരെല്ലാം കറക്റ്റായി മനസ്സിലാക്കുക, പുറത്തെ രാജ്യത്ത് 800 രൂപ 900 രൂപയ്ക്ക് 1 കിലോ ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അങ്ങോട്ട് 4000 രൂപ 5000 രൂപയ്ക്ക് കൊടുക്കുന്നത്? അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അങ്ങനെ ഒരു സംവിധാനം നടക്കില്ല. കാരണം നമ്മൾ വാങ്ങുന്നേക്കാളും വിലയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം സ്വർണം പോലെ തന്നെ അങ്ങനെ ഒരു സംവിധാനമില്ല. അപ്പോൾ പ്രോസസ്സ് ചെയ്ത ഈ വിലയുള്ളപ്പോൾ വാങ്ങുന്നതിന് എന്ത് വില കിട്ടുമെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് മക്കാഡാമിയ പോലെയുള്ള കൃഷി വ്യാപകമായി ചെയ്യാൻ ഇതിനു മുമ്പ് 2 വട്ടം ആലോചിക്കുക. വീട്ടിൽ 1-2 മരങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കാം. നമുക്ക് വളരെ പ്രോട്ടീനുള്ള, വളരെ ഗുണമുള്ള ഒരു ചെടി തന്നെ, ഒരു മരം തന്നെയാണ് ഇത്. അത്യാവശ്യം എല്ലാ കാലാവസ്ഥയിലും. കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ കായ്ച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടുക്കിയിൽ ഇത് പല സ്ഥലങ്ങളിലും കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ കായ്ക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, പ്രോട്ടീൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തർക്കമുള്ളത് വിലയുടെ കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ കർഷകർ വഞ്ചിതരാകാതിരിക്കുക. ഞാനും ഇത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്കതിനെപ്പറ്റി നേരത്തെ ഒരു ആശങ്ക തോന്നിയത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നുള്ളൊരു കർഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഒരു 700-800 രൂപ കൂടുതൽ കിട്ടുന്നില്ല എന്നാണ്. ബട്ട് അതുപോലും നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം 100% മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ കർഷകർ പുതിയ തട്ടിപ്പുകളിലേക്ക് മലയാളികൾ എന്നും പോയി വീഴുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്തിടുന്നത്, തെളിവ് സഹിതം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.